സീതാഗാനം പ്രഥമസ്കന്ധം. ഹരിശ്രീ ഗണപതേ നമ. അവിഘ്നമസ്തു. ശൗനകാദി മഹർഷിമാർ യാഗം തുടങ്ങിയപ്പോൾ ശ്രീ വേദവ്യാസ ശിഷ്യനായ സൂത പൗരാണികനോട് ചോദിക്കുന്നത്: ആദിമൂല ശ്രീ പരമാനന്ദ സ്വതയിൽ നിന്ന് ആദരാലുണർന്നിഴിഞ്ഞിടിനോരമൃതവും പാനം ചെയ്തനുദിനമാനന്ദിച്ചലസാതെ മാനസപത്മത്തിങ്കൽ വാഴും പൈങ്കിളിപ്പെണ്ണേ, ആദിമൂല ശ്രീ പരമാനന്ദ സ്വതയിൽ നിന്നാദരാൽ ഉണർന്നിഴിഞ്ഞിടിനോരമൃതവും പാനം ചെയ്തനുദിനമാനന്ദിച്ചലസാതെ മാനസപത്മത്തിങ്കൽ വാഴും പൈങ്കിളിപ്പെണ്ണേ. മാനുഷഭാവം പഴുതായി കഴിഞ്ഞിടും മുൻപേ മാനസം തെളിഞ്ഞു ദിവ്യാനന്ദ സ്വാഭാവികം സാധിപ്പാനുള്ളതായ സാധനമേ ഇതൊന്നുള്ളൂ. സാദരമതുപാലേ കാലേ ചൊല്ലുന്നോടിപ്പോൾ ചൊല്ലുവാനേകം മുനീന്ദ്രന്മാർ ചൊല്ലിയ വേദാന്ത സാരാധികൾ ബഹുവിധം ചൊല്ലരുതവയൊന്നും നമുക്ക് പുരാണങ്ങൾ ചൊല്ലുകന്നതും കേൾക്കുന്നുള്ളതും ചെയ്യാമല്ലോ. ചൊല്ലടും പുരാണങ്ങളുള്ളവയെല്ലാറ്റിലും നല്ലത് ഭാഗവതമെന്നല്ലോ ചൊല്ലിക്കേൾപ്പൂ. പത്മാദി പുരാണങ്ങളൊക്കെയും നന്നെങ്കിലും ആത്മതത്വത്തെ അറിഞ്ഞിടുവാൻ ഇതേ നല്ലു. ഓരോരോ ശാസ്ത്രങ്ങളിൽ മോക്ഷമാർഗങ്ങൾ ചെന്നത് ഓരോന്നും നിരൂപിച്ചാലും ഇത്രയൊന്നും. ഓരോരോ ജനങ്ങൾക്ക് മുക്തിമാർഗതത്വങ്ങൾ ഓരോരോ വിധമത്രേ കേവല സ്വഭാവങ്ങൾ എന്നതിലെല്ലാ വർണ്ണത്തിങ്കിലും എല്ലാവർക്കും നന്നായി സാധിക്കാവുന്ന എളുപ്പമുള്ളൂന്നല്ലോ. എത്രയും എളുതായി മുക്തിയെ ലഭിക്കുന്ന ഭക്തിമാർഗത്തെ പ്രതിപാദിപ്പാൻ വേദവ്യാസൻ ഉത്തമ ശ്ലോകചരിത്രങ്ങളും നാമങ്ങളും ഉത്തമ ധ്യാനങ്ങളും മിശ്രമായി വിശുദ്ധമായി ചമച്ചു. ഭാഗവതമതിങ്കൽ നിരന്തരം രമിപ്പാനായി തത്രേ മറ്റുള്ള കഥയെല്ലാം അവിടെ ആദിശ്ലോകം മംഗലാചരണമായി കവിനായകൻ പ്രയോഗിച്ചിതു. വേദവ്യാസൻ സർവജ്ഞനായി സർവജഗൽക്കാരണനായി സർവഭൂതങ്ങൾക്കെല്ലാം ജ്ഞാനത സ്വരൂപനായി അപരിച്ഛിന്നമായി പരമാനന്ദമായ പരമാത്മാവ് തന്നെ ധ്യാനിക്കായി വരേണമേ. മുഴിക്കരോ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്.